ഞാൻ എന്തായാലും ഈ ലിങ്ക്ഡിനിൽ ആദ്യം ഞാനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിങ്ക്ഡിനിൽ എൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇടും, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇടും. അതുപോലെ ഇൻസ്റ്റയിലും ഡിസൈൻ വിത്ത് ഷഹാന എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വർക്ക്സ് എല്ലാം ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനത്തെ പേജസ് ആണ് കൂടുതൽ ഫോളോ ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ പേജസ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും അതിനേക്കാൾ എനിക്കിഷ്ടം പ്രൊക്രിയേറ്റ് ആണ്. എൻ്റെ ഐപാഡ്, എൻ്റെ പ്രൊക്രിയേറ്റ്, ഇതാണ് എൻ്റെ ലോകം ഇപ്പം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റാ പേജാണ്, ഇതിൽ കൂടുതൽ ഇല്ലസ്ട്രേഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് തുടങ്ങി വെച്ചു. എന്നിട്ട് അതിൽ ഇങ്ങനെ ഓരോ വേക്കൻസീസ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ കൂടുതലും ഫ്രീലാൻസ് വേക്കൻസീസ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ നമുക്ക് പുറമേ നിന്നാണ് കിട്ടുക. ഓക്കെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ഞാനിപ്പോൾ പറയാം. ഞാൻ മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. എനിക്ക് എൻ്റെ ഞാൻ ഇതിൽ മൊത്തം എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണത് കേട്ടോ. ഇങ്ങനെ ഞാൻ കാണുന്ന എല്ലാ വേക്കൻസീസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഫ്രം റിമോട്ട് വർക്ക്സ് എന്നുള്ള ഇതിലൊക്കെ കയറിയിട്ട് ഞാൻ എന്താക്കി അപ്ലൈ ചെയ്തു. മെയിൽ ചെയ്യാൻ പറയുന്ന സ്ഥലത്തേക്ക് മെയിൽ ചെയ്യും, വാട്സപ്പ് ചെയ്യാൻ പറയുന്നവരുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യും. അതിൽ അവർ മെയിനായിട്ട് ചോദിക്കുക നമ്മുടെ റെസ്യൂമെ, CV ചോദിക്കും. അപ്പോൾ CV നമ്മൾ ചെയ്ത കാര്യം മാത്രം CV-യിൽ ഇടുക, അറിയാത്ത കാര്യം ഇടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആയിട്ട് നമ്മൾ തന്നെ കുടുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ CV നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, അതാണ് മെയിൻ. പിന്നെ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പോർട്ട്ഫോളിയോ നല്ല അടിപൊളിയാവുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് ഇന്നലെ ഒരു പ്രൊജക്റ്റ് വന്നു. അതിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ടീഷർട്ട് ഡിസൈനിങ് ആണ്. അവരുടെ ബ്രാൻഡ് നോക്കിയിട്ട് ഒരു ടീഷർട്ട് ഡിസൈൻ ചെയ്യുക. അതുകൂടാതെ അവരുടെ ബ്രാൻഡിങ് എന്ന് വെച്ചാൽ അവർക്കൊരു ബോക്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പണി തന്നെ. അപ്പോൾ അതും ഞാൻ ചെയ്യണം. അപ്പോൾ അതും ഞാൻ അവർ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. അപ്പം ഞാൻ അതിൻ്റെ പണിയിലായിരുന്നു. അതാണ് എനിക്ക് ഇന്നലെ ഒന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. ഇപ്പം ഞാൻ